ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സുരക്ഷിതവും സുസ്ഥിരവുമായ പാർപ്പിടം ഉറപ്പാക്കുക എന്നതാണ് PMAY പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 40 വർഷമായി വാസയോഗ്യമല്ലാത്തൊരു വീട്ടിൽ കഴിഞ്ഞ ഇടുക്കി കരുണാപുരം പഞ്ചായത്തിലെ ആലീസിന്റെ കുടുംബത്തിന് പദ്ധതി വഴി സുരക്ഷിതവും മനോഹരവുമായ ഒരു വീട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. റിപ്പോർട്ട് കാണാം. തമിഴ്നാട് അതിരിടുന്ന ഇടുക്കിയിലെ അതിർത്തി ഗ്രാമമായ കമ്പംമെട്ടിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വാസയോഗ്യമായ ഒരു വീട് ലഭിച്ചതിലുള്ള സന്തോഷത്തിലാണ് കമ്പംമെട്ട് മൂങ്കിപ്പള്ളം ഇലവനാമറ്റത്തിൽ ആലീസും സുധാകരനും. ഏതാണ്ട് 40 വർഷക്കാലം വാസയോഗ്യമല്ലാത്ത വീട്ടിൽ കഴിഞ്ഞവർക്ക് ഈ ഓണക്കാലത്ത് പുതിയ വീട്ടിൽ താമസം ആരംഭിക്കാൻ കഴിഞ്ഞു. PMAY പദ്ധതിയിലൂടെ ഒരു വീടിനുള്ള അപേക്ഷ നൽകുകയും അർഹതപ്പെട്ട ഇവർക്ക് അധികൃതർ വീട് അനുവദിക്കുകയും ചെയ്തു. 6 മാസം കൊണ്ട് വീട് പണി പൂർത്തീകരിച്ച് പുതിയ വീട്ടിൽ ഇവർ താമസം ആരംഭിച്ചു. പഞ്ചായത്തിൽ നിന്നും PMAYയുടെ പേര് എനിക്ക് 2024-25 വർഷത്തിൽ അനുവദിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ കുടുംബത്തിൽ ഞാനും എൻ്റെ മകളും ഭർത്താവുമാണുള്ളത്. മകളെ കല്യാണം കഴിച്ചു വിട്ടതാണ്. ഇപ്പം 40 വർഷക്കാലമായിട്ട് ഞങ്ങൾ വാസയോഗ്യമല്ലാത്ത ഒരു വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ സന്തോഷപരമായിട്ട് നല്ലൊരു വീട്ടിൽ കയറി കിടക്കാൻ എനിക്ക് അവസരം ലഭിക്കുന്നു. നെടുങ്കണ്ടം ബ്ലോക്കിന് കീഴിൽ കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ അതിർത്തി മേഖല ഉൾപ്പെട്ട പ്രദേശത്താണ് ഇവർ താമസിക്കുന്നത്. ജലക്ഷാമം നേരിടുന്ന മേഖലയായതിനാൽ കാർഷിക രംഗത്തും പ്രതിസന്ധി നിലനിൽക്കുകയാണ്. കാലി വളർത്തലിലേർപ്പെട്ടാണ് ഈ കുടുംബം ഉപജീവനം നേടുന്നത്. വീടിന് ചുറ്റും ചെറിയ തോതിൽ പച്ചക്കറി കൃഷിയും നടത്തുന്നുണ്ട്. ഗ്രാമീണ മേഖലയിൽ ഭവനരഹിതർക്കും ജീർണാവസ്ഥയിലായ വീടുകളിൽ താമസിക്കുന്നവർക്കും അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയ വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഈ ഓണക്കാലത്ത് പുതിയ വീട്ടിൽ താമസം ആരംഭിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് ഈ കുടുംബം. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.